നമസ്കാരം. പുഷ്പ ദ റൂൾ. യെസ്, പുഷ്പ ദ റൂൾ എന്ന് പറഞ്ഞ പോലെ തന്നെ, ടൈറ്റിൽ പോലെ തന്നെ പുള്ളി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പുള്ളിയാണ് ശരിക്കും ഞാനിപ്പോൾ മനസ്സിലാക്കിയതിൽ ദ പാൻ ഇന്ത്യൻ യൂത്ത് ഐക്കൺ ഫോർ ദ ടൈം. ഇറ്റ് ഈസ് നൺ അനദർ ദാൻ മിസ്റ്റർ അല്ലു അർജുൻ. ഓക്കെ, അത് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പം അറിയാമല്ലോ. പുഷ്പ അതിന് മുമ്പ് നമുക്ക് ഈ സിനിമയുടെ എന്തുകൊണ്ടൊരു തെലുങ്കിൽ നിന്നൊരാൾ എങ്ങനെയാണ് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആകുന്നത്, എന്തുകൊണ്ട് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിക്ക് ഇത്രയും സ്വീകാര്യത വരുന്നു. ഇപ്പം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ബോളിവുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഫിലിം മാർക്കറ്റ് എന്ന് പറയുന്നത് തെലുങ്കാണ്. ടോളിവുഡ് അത്രയും വലിയൊരു മാർക്കറ്റ് ഉണ്ട്. കാര്യം ഈ പണ്ട് തുടങ്ങി ഇപ്പം ഞാൻ ഓർക്കുന്നത് അമിതാഭ് ബച്ചനൊക്കെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് പോലും ഇന്ത്യയിൽ ആദ്യമായിട്ട് 1 കോടി രൂപ പ്രതിഫലം മേടിക്കുന്നത് ചിരഞ്ജീവിയാണ്. അത് ബോളിവുഡിൽ ആരും അമിതാഭ് ബച്ചനൊന്നുമല്ല, ചിരഞ്ജീവിയാണ്. അത് വലിയ വാർത്തയായിരുന്നു അന്ന്. അത് 96 ഏതൊരു പടത്തിന് പുള്ളി 1 കോടി പ്രതിഫലം മേടിച്ചത് വലിയ വാർത്തയായിരുന്നു സംഭവമായിരുന്നു. 1 കോടി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒന്ന് ഓർക്കണം. അപ്പോൾ അതാണ് ചിരഞ്ജീവിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി എങ്ങനെ ഇവർ ഇത്രയും മാർക്കറ്റ് സർക്കുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കത് ഞാനൊക്കെ ഒത്തിരി ചിന്തിച്ചിട്ടുള്ള കേസാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ തമിഴിൽ അതേപോലെ ഇന്ത്യൻ സിനിമകൾ വരുന്നു, ഇന്ത്യൻ അല്ലെങ്കിൽ രജനികാന്തിൻ്റെ സിനിമകൾ വരുന്നു. അപ്പോൾ അതും അതേപോലെ ടോളിവുഡിനെ തന്നെ ഫോളോ ചെയ്ത് അവർ വേറൊരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. അവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ. ഇപ്പോൾ തമിഴ് ഒത്തിരി രാജ്യങ്ങൾ, സിംഗപ്പൂർ, മലേഷ്യ അല്ലെങ്കിൽ US, അങ്ങനെ കുറേ രാജ്യങ്ങളിൽ തമിഴ് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. സിംഗപ്പൂരൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് തമിഴ് തന്നെയാണ്. അപ്പോൾ അവരുടെ വിജയുടെയൊക്കെ പടങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത് ഇടപെടുന്നത് ഈ രാജ്യങ്ങളിലാണ്. ജപ്പാനിലൊക്കെ രജനികാന്തിന് ഒത്തിരി ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്, ചൈനയിൽ. അപ്പോൾ ആ സിനിമകൾക്ക് അങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയാണ് സൗത്ത് ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ സ്റ്റാർ. അത് സംശയമില്ല. കാര്യം വിജയുടെ പൊളിഞ്ഞ പടങ്ങൾക്ക് പോലും അതിൻ്റെ പ്രൊഡ്യൂസർക്ക് നഷ്ടമില്ലെന്നുള്ളതാണ്. ഇപ്പോൾ പടം എന്ന് പറയുമ്പോൾ 250 കോടിയിൽ 200 കോടി വിജയുടെ പ്രതിഫലമാണ്. ബാക്കി 50 കോടിയാണ് എൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ബാക്കിയുള്ളവരുടെ പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അവർ റിക്കവർ ചെയ്ത് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അത് വലിയ സംഭവം തന്നെയാണ്, വിജയ് തന്നെയാണ്. പക്ഷേ ഇത് അല്ലുവിലേക്ക് വരുമ്പോൾ, അല്ലു എന്ന് പറഞ്ഞൊരു താരം ഒരിക്കലും ഈ കുറേ കാലം മുന്നേ ഈ ഡബ്സ് സിനിമകൾ മലയാളത്തിൽ വന്ന് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയിലുള്ള സിനിമ മാത്രമേ പുള്ളിയുടെ വരുന്നുള്ളായിരുന്നു. ഒരു കുറച്ച് ഹ്യൂമറായിട്ടുള്ള സിനിമ, അല്ലെങ്കിൽ കുറച്ച് ഒരു ലവ് സീൻസ് ഉള്ള സിനിമ. പക്ഷേ അവിടെയും പുള്ളി ഡാൻസിലാണ് പുള്ളി കയറി വന്നെങ്കിലും പുള്ളിയുടെ ആക്ഷനൊക്കെ അത്യാവശ്യം അന്നും രസകരമായിരുന്നു. അത്യാവശ്യം ആക്ഷൻ നല്ല രീതിയിൽ പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഡാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വിജയ് ഒരു പ്രാവശ്യം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. വിജയ് ഇത്ര ആക്ഷൻ ചെയ്യുന്നതിൻ്റെ പുള്ളി നല്ല രീതിയിൽ ഡാൻസ് പഠിച്ചുകൊണ്ട്, പുള്ളി നല്ല രീതിയിൽ കരാട്ടെ പഠിച്ചുകൊണ്ടാണ്, കരാട്ടെ കളരിയന്ത പഠിച്ചുകൊണ്ടാണ് പുള്ളിക്ക് നല്ല രീതിയിൽ ഡാൻസ് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലു അർജുൻ്റെ കേസ് എനിക്ക് തോന്നുന്നു പുള്ളി ആദ്യം ഡാൻസ് ആയിരിക്കും പഠിച്ചിരിക്കുന്നത്, അതിന് ശേഷമാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് തോന്നുന്നു. അപ്പോൾ ഇത് മിക്സഡ് ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ മിങ്കിൾ ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, അല്ലു അർജുൻ അന്ന് അത്ര ഫാൻസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്ന് ആ ഡബ് സിനിമകൾക്ക് മലയാളത്തിൽ കിട്ടിയൊരു മാർക്കറ്റ്, അത് പുള്ളിക്ക് വലിയ മാർക്കറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അല്ലു അർജുൻ എന്ന് പുള്ളിയെ വിളിക്കുന്നത്. പുള്ളി അതുകൊണ്ട് തന്നെ മലയാളികളോട് ഒത്തിരി സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ്. പുള്ളിയുടെ സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് ചെന്നൈ ആണെങ്കിൽ പോലും പുള്ളിയുടെ സിനിമകൾക്ക് മാർക്കറ്റ് കിട്ടിയ സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് തെലുങ്കിലെ പോലും കിട്ടുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കിട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം പുള്ളി നമുക്ക് വരുന്ന ഫസ്റ്റ് പ്രളയം വന്ന 2018-19 ഫസ്റ്റ് പ്രളയം വന്നപ്പോഴൊക്കെ അന്ന് തുടങ്ങി പുള്ളി ഇതുവരെയായിട്ട് നടന്ന ലാസ്റ്റ് പ്രളയം അല്ല എന്ത് ദുരന്തം വന്നാലും പുള്ളി കേരളത്തിന് വേണ്ടി കൈ അറിഞ്ഞ് അല്ലെങ്കിൽ കൈ മറന്നതൊക്കെ എന്ന് പറഞ്ഞ പോലെ സഹായിക്കാറുണ്ട്. 50 ലക്ഷം വരെയാണ് ഈ ലാസ്റ്റ് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്ര സ്നേഹം പുള്ളി മലയാളിയോട് കാണിക്കാറുണ്ട്. ഇത്രയും പറഞ്ഞത് ജസ്റ്റ് ഒരു കാര്യത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനി പറയുമ്പോൾ പുള്ളി എങ്ങനെ ഇപ്പോൾ പാൻ ഇന്ത്യൻ യൂത്ത് ഐക്കൺ സൂപ്പർ സ്റ്റാറായിട്ട് മാറിയിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പോൾ തെലുങ്കിൽ നിന്ന് ബോളിവുഡൊക്കെ എവിടെയോ പോയി. പിന്നെ പത്താനും ജവാനൊക്കെയാണ് ഷാറുഖ് ഖാൻ്റെ വന്നത്. ബോളിവുഡിലെ ഞങ്ങളിവിടെ എൻ്റെടാ ജീവിച്ചിരിപ്പുണ്ടാ പുല്ലുകളെ എന്ന് പറഞ്ഞ് ഒരു വരെ അറിയിച്ചത്. ബാക്കി വലിയ തുടങ്ങി ഇങ്ങോട്ടേക്ക് ടോളിവുഡ് തന്നെയാണ് ഇന്ത്യയുടെ സിനിമാ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് ബോളിവുഡിൽ അതേപോലെ യൂത്ത് സ്റ്റാർസ് ആരും വരാറില്ല, പുതിയതായിട്ട് ആരും വരുന്നില്ല. ആ പഴയ ആൾക്കാർ തന്നെ ഇങ്ങനെ അവർ തന്നെ മടിച്ച് വല്ലപ്പോഴും കൂടിയാണ് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കും പ്രായമായി. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ട കില്ലിൽ വന്നിരിക്കുന്ന അവരൊക്കെ ആ ചെക്കന്മാരൊക്കെ അവരെന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ആൾക്കാർ വരണമെങ്കിൽ ഇതേപോലത്തെ കണ്ടന്റുകൾ വെച്ചിട്ട് ഇപ്പോൾ വരുന്ന കണ്ടന്റുകളെന്ന് പറയുന്നത് അത്രയും വലിയ ഫൈറ്റ് കൊറിയോഗ്രാഫിക്ക് വേണ്ട കണ്ടന്റുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ പഴയ ആൾക്കാരൊക്കെ കുറേ പേര് മാറിപ്പോയി. ഇനിയിപ്പോൾ പുതിയ ആൾക്കാർ വന്ന് അത് കളം പിടിക്കണം, അതാണ് അവസ്ഥ. അപ്പോൾ അതിലേക്ക് നമ്മൾ വരുമ്പോൾ അല്ലു അർജുൻ്റെ കേസ് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈസി ആയിട്ട് പുള്ളി ഏത് റോളും ചെയ്യും. അല്ലു അർജുൻ്റെ എനർജി ലെവൽ ഹൈ ആണ്. അതുകൊണ്ട് പുഷ്പ 3.5 മണിക്കൂറല്ല. ഇപ്പോൾ മലയാളികൾ പുഷ്പനെ പറ്റി കൂടുതൽ നെഗറ്റീവ് പറയേണ്ട മെയിൻ കാരണം ഈ 3.5 മണിക്കൂറാണ്. അത് ഭയങ്കര 3.5 മണിക്കൂർ തന്നെ. ഞാൻ അവിടെ എൻ്റെ റിവ്യൂവിലേക്കൊന്നും പോകുന്നില്ല. എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ടുണ്ടാവും. പടം അത്ര വലിയ ഗുണമുള്ളൊരു പടമൊന്നുമല്ല. പിന്നെ ആ ഒരു മാസ് മസാല തെലുങ്ക് സിനിമ എന്ന് പറഞ്ഞാൽ അത് കണ്ടിരിക്കാം, എങ്കിലും നഷ്ടമില്ല കേട്ടോ, അത് ഒരു ഗ്യാരണ്ടിയാണ്. അതിന് മാത്രം ഒരു പണി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ പുഷ്പ 1 ഇറക്കി, ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ പുഷ്പ 2 ഇങ്ങനത്തെ രീതിയിൽ ഇറക്കാനുള്ള പ്ലാൻ ഇവർക്ക് ആദ്യം ഇല്ലായിരുന്നു. പക്ഷേ ഇവർ രണ്ടാമത് ഇങ്ങനെ ഇറക്കാനുള്ള കാര്യം ഈ പുഷ്പ 1 ഇറക്കി ഇത്രയും പൈസ കിട്ടി 1450 കോടി കിട്ടിയെന്നു. അതിന് ശേഷമാണ് കാന്താരയ്ക്ക് വന്ന് നിസ്സാര പൈസയ്ക്ക് 10-15 കോടി മുടക്കിയാണ് കാന്താര 350-400 കോടി ഉണ്ടാക്കിയത്. അപ്പോഴാണ് പുഷ്പ കുറച്ചുകൂടി വലുതാക്കണം എന്നുള്ള ചിന്ത ഇവർക്ക് വന്നെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ പുഷ്പ നേരത്തെ ഇറങ്ങിപ്പോയേനെ. രണ്ടാമത് കുറച്ചുകൂടി നേരത്തെ ഇറക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു ഇവിടെ. അവർ വീണ്ടും ആ കണ്ടൻറ്റുകൾ മാസ് മസാല കണ്ടൻറ്റുകൾ പുതിയതായിട്ട് കുറേ ആഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ഈ ഒരു
ഈ മാസ് മസാല കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഒരു 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 ഇൻ്റർവ്യൂ പോലെ ഇവർ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ ഒത്തിരി പേരുടെ പേര് ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇതിനോട് പറ്റാവുന്ന കണ്ടൻസ് ആരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം ആഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഈ പടം വന്നിരിക്കണമെന്ന് തോന്നുന്നു. പിന്നെ ഒത്തിരി പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ 2 പറ്റി എത്രയോ നാൾ മുന്നേ വന്നിട്ടുണ്ട്. 2021 ഈ സിനിമയുടെ ഫസ്റ്റ് ഇറങ്ങുന്നത്, ഡിസംബറിൽ ഇറങ്ങുന്നത്. ഇപ്പോൾ എത്ര വർഷമായി? 3-4 വർഷമായി. അപ്പോൾ 2024 തീരാറാൻ പോകുന്നത്, 3-4 വർഷമായി. അപ്പോൾ അത്രയും ഇവർ ഇതിനായിട്ട് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒറ്റ ഷെഡ്യൂളായിട്ടൊന്നും അല്ല. എവിടെ നിന്നൊക്കെ കണ്ടന്റുകൾ കിട്ടുന്നു അന്നേരം വീണ്ടും ചെയ്ത് ആഡ് ഓൺ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു സിനിമയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അല്ലു അർജുൻ്റെ ഫഹദിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ്. ഫഹദ് എന്തായാലും ഫഹദ് ഇത് അർഹിച്ച ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പുള്ളി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള റോളാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് ഹ്യൂമറായിട്ടുള്ള കാര്യങ്ങൾ, അത് വേറെ രീതിക്കുള്ള ഹ്യൂമറാണ് പുള്ളിനെ ചെയ്യാനൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത്. പിന്നെ അല്ലു അർജുൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുള്ളി ഒരു ഹൈ വോൾട്ടേജ് ഒരു ബൾബ് തന്നെയാണ് അയാൾ. അതിങ്ങനെ അടിച്ചടിച്ച് നിൽക്കും. ഈ 3.5 മണിക്കൂറും ആ ഒരു പടം അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് പുള്ളിക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കളക്ഷൻ നമ്മൾ പറയുമ്പോൾ ഏറ്റവും വേഗം 500 കോടി ക്ലബ്ബ് കയറുന്ന, ഏറ്റവും വേഗത്തിൽ 500 കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായിട്ടാണ് പുഷ്പ വന്നിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രം 175 കോടിക്ക് മേലെയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള ബാക്കി സിനിമകളെന്ന് പറയുമ്പോൾ പുഷ്പ 2 ആണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. 175 കോടിയാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം RRR 133 കോടിയാണ്. RRR എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ രാജമൗലി. ഇതിനകത്ത് വന്നിരിക്കുന്ന ബാക്കി 2 പടങ്ങളും രാജമൗലിൻ്റെ തന്നെയാണ്. ബാഹുബലി 2 121 കോടിയാണ്. KGF 2 116 കോടി. അപ്പോൾ ഇതിനകത്ത് RRRൻ്റെ ഒരു മാർക്കറ്റിംഗ് ഭയങ്കര വലുതായിരുന്നു. രാം ചരൺ, ജൂനിയർ NTR ഒക്കെയാണ്. പിന്നെ എസ്പെഷ്യലി അതിൻ്റെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത്, അതിൻ്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും രാജമൗലി തന്നെയാണ്. ബാഹുബലി 2 എന്നാലും ബാഹുബലി ഫസ്റ്റ് വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും സെക്കൻഡിനുണ്ടാവും. അതുകൊണ്ട് തന്നെ ബാഹുബലി 2. പിന്നെ അന്നത്തെ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലോ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാ സിനിമകളും. ബട്ട് ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുഷ്പ 2 175 കോടി. വേൾഡ് വൈഡിൽ വരുന്നത് 294 കോടി എന്നാണ് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത്. 294 കോടിയാണ് വേൾഡ് വൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 12,500ഓളം തിയേറ്ററുകളിലാണ് ഇത് ടോട്ടൽ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ 4,500 ഇന്ത്യയിൽ തന്നെ ഏകദേശം 6,000 തിയേറ്ററാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ 6,000 തിയേറ്റർ, അതിൽ 4,000 തിയേറ്റർ ഹിന്ദിയിൽ തന്നെയാണ്. ഹിന്ദി ഡബ്ഡ് വേർഷനിൽ തന്നെയാണ് 4,000 തിയേറ്റർ. അപ്പോൾ ആലോചിച്ച് നോക്കണം ഇതിൻ്റെ റേഞ്ച് എവിടം വരെ പോയെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കളക്ഷൻ വരുമ്പോൾ തെലുങ്കിൽ നിന്ന് 91 കോടിയാണ് ഫസ്റ്റിലെ വരുന്നത്. ഹിന്ദിയിൽ നിന്ന് 67 കോടി. 4,000 തിയേറ്റർ കൊടുത്തതിൻ്റെ വെറുതെ അല്ല, 67 കോടി അവിടെ കയറിയിട്ടുണ്ട്. തമിഴിൽ നിന്നും 7 കോടി. കന്നഡയിൽ നിന്ന് 1 കോടി. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത എന്താണ്, കന്നഡയിൽ നിന്ന് 1 കോടിയുള്ളൂ അതിന്. അത് ശരിക്കും അങ്ങനെയല്ലല്ലോ. ഇനി ബാക്കിയുള്ള ദിവസം കയറുമായിരിക്കണം. മലയാളത്തിൽ നിന്ന് 5 കോടിയാണ് കൊടുത്തത് നമ്മൾ. 5 കോടി. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതിനകത്ത് ഒരാളുടെ കമൻറ്റ് ചെയ്യാൻ കണ്ടു. ഒരു കാലത്ത് സ്വന്തം നാട്ടിൽ പോലും ഒരു BO ബോക്സ് ഓഫീസ് റെക്കോർഡ് നേടാൻ കഴിയാതെ ബോക്സ് ഓഫീസിൻ്റെ പേരിൽ പഴികേട്ട അതേ ആളുടെ കയ്യിലാണ് നാളെ മുതൽ ഹയസ്റ്റ് ഇനിഷ്യൽ ഡേ ഗ്രോസർ എവർ ഇൻ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് ഇരിക്കാൻ പോകുന്നത്. അന്ന് 2017 പ്രഭാസിന് ഒരു ഗോൾഡൻ ടിക്കറ്റ് കിട്ടിയിരുന്നു. ബട്ട് അയാൾക്കത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അതേ ഗോൾഡൻ ടിക്കറ്റ് അല്ലുവിൻ്റെ കൈകളിലാണ്. അത് ഉപയോഗിക്കുമെന്ന് തോന്നുന്നു എന്നുള്ളൊക്കെ പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രഭാസ് തിരിച്ചു വന്നായിരുന്നു കേട്ടോ. പ്രഭാസ് നല്ല കൽക്കിയുടെ കളക്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ. ശരിക്കും കൽക്കിക്ക് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് നേടിയ സിനിമ തന്നെയാണ് കൽക്കി. എൻ്റെ കളക്ഷനൊന്നും കാണുന്നില്ല. എന്തായാലും കൽക്കി അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. കൽക്കിൽ പ്രഭാസിൻ്റെ പെർഫോമൻസ് കിട്ടുമായിരുന്നു. ആദ്യത്തെ കുറച്ച് ടപ്പിട തരികട കാണിച്ചെങ്കിൽ പോലും പിന്നീട് പ്രഭാസിൻ്റെ ആ ഒരു മാസ് എലമെൻസ് ഉണ്ടല്ലോ, ആ ഒരു പ്രസൻസ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പുള്ളിയെ വണ്ടിയൊക്കെ എടുത്ത് വെച്ച് പിന്നെ തുടങ്ങിയില്ല പരിപാടി. പിന്നെ പ്രഭാസിൻ്റെ കയറ്റമാണ്. ആ കയറി ഞാൻ സംഭവം പുള്ളിക്ക് കണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുള്ളിയായിട്ട് വിടപ്പിച്ചുള്ളൂ. അപ്പോൾ അത് തന്നെയാണ്. പക്ഷേ അല്ലു ഓഫ് കോഴ്സ് ശരിക്കും അല്ലുവിൻ്റെ ഈ ഒരു സംഭവം ഒത്തിരി ആൾക്കാർ ഏറ്റുപിടിച്ചു. പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം IPL വാർണറൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് ഋഷഭ് പന്ത്, വാർണർ, എത്രയോ ക്രിക്കറ്റ് താരങ്ങൾ ഈ സംഭവം ഈ ഒരു ജസ്റ്റർ അനുകരിച്ചായിരുന്നു അല്ലുവിൻ്റെ. ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. പുഷ്പ ഫയറല്ല, വൈൽഡ് ഫയർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ലെവൽ തന്നെയാണ്. അല്ലു അർജുൻ്റെ ആ ഒരു എനർജി ലെവൽ കീപ്പ് ചെയ്യുന്ന, അല്ല അതിന് കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരു യൂത്ത് ഐക്കൺ ഇന്ന് ഇന്ത്യയിൽ വേറെ ഇല്ലയെന്ന് എൻ്റെ ഒരു അഭിപ്രായം. പ്രഭാസ് ഉണ്ട്. പ്രഭാസ് ഒരു നല്ല സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പ്രഭാസ് അത് പെർഫോം ചെയ്യുന്നത്. പക്ഷേ അല്ലു എനിക്ക് തോന്നുന്നത് അല്ലുവിനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. എത്ര മണിക്കൂറാണെങ്കിലും അല്ലുവിൻ്റെ ഒരു ഓറ ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക ഭംഗിയുണ്ടത്. ആ ഒരു ഭംഗി പ്രഭാസിനില്ല. പ്രഭാസിൻ്റെ സ്ക്രിപ്റ്റും കാര്യം പ്രഭാസിനെ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ പ്രഭാസ് ആ പടം ഹിറ്റടിക്കും, അല്ലെങ്കിൽ അതിന് മേലെ കൊണ്ടുപോകുമെങ്കിലും അല്ലുവിന് അതൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ പുഷ്പയിൽ അത് തന്നെയാണ് നമുക്ക് കാണുന്നത്. അത്ര വലിയ സംഭവമൊന്നും അല്ല ഈ പടം. പക്ഷേ എങ്കിലും അതിന് കയറി കിട്ടിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻ ഇപ്പോൾ ഇന്ന് 3-ാം ദിവസം, ആദ്യത്തെ ദിവസം നല്ല കളക്ഷൻ കിട്ടി. സെക്കൻഡ് ഡേ ഒന്ന് ഡ്രോപ്പായി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ചിലപ്പോൾ ഡ്രോപ്പ് ആയതായിരിക്കണം. പിന്നെ തേർഡ് ഡേ അത്യാവശ്യം വീക്കെൻഡ് വന്നു, കയറിപ്പോയി. ഇപ്പോൾ സൺഡേയിൽ 140 കോടിയൊക്കെയാണ് പറയുന്നത്.
ഇപ്പം ശനിയാഴ്ച പോലും 119 കോടി പറഞ്ഞിട്ട് സൺഡേയിൽ 140 കോടി വന്നിട്ടുണ്ട്. ബാക്കി വീക്ക് ഡേയ്സിൽ അറിയാം. എന്തായാലും 1000 കോടി എന്നാലും പെട്ടെന്ന് അടിച്ച് കയറും, അതൊരു സംശയമില്ല. മുടക്കുമുതലൊക്കെ അവർക്ക് ഈസിയായിട്ട് കിട്ടും. പിന്നെ ഇത്ര നാളൊരു വെയിറ്റ് ചെയ്ത് എഫർട്ട് ചെയ്തതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ട്. പിന്നെ മൂന്നാം ഭാഗത്തിനൊക്കെ അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ തന്നെ അല്ലു അർജുനെ കണ്ടിരിക്കാനൊരു പ്രത്യേക ഭംഗിയാണ്. അത് എത്ര മാസം പുള്ളി 5 മണിക്കൂർ സിനിമ മാസ് കൊടുത്താലും പുള്ളി അവിടെ നിറഞ്ഞു നിന്നോളൂ. അതെന്തായാലും സംശയമില്ലാത്ത കാര്യമാണ്. ഞാനൊരു വേറൊരു എനർജി ലെവലാണ്. അതൊരു ഐറ്റം തന്നെയാണ് സാറേ. പ്രത്യേകിച്ചൊന്നും വേറെ പറയാനില്ല. ശരി ബൈ.